എല്ലാം പുഴുക്കുത്തു വീണു. കണ്ടാ ലൂസിക്കുഞ്ഞെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യാക്കണ്ട, ഒരുപാട് കാര്യം ചോദിക്കാം. അതെ, ഇന്നലെ കോളേജ് റോട്ടിൽ കൂടെ ഒരു സ്കൂട്ടർ പോയില്ലേ? അതിന്റെ പിന്നിലിരുന്നിരുന്നത് ലൂസിക്കുഞ്ഞാന്ന് എനിക്കറിയാം. മുമ്പിലിരുന്ന് ഓടിച്ചിരുന്നത് ആരോ? ആരാണോ? അല്ല, എന്നാലും രാഘവന്റെ കാര്യം നോക്കിയാ മതി. ഇതാ നോക്ക്, ഈ ഇലക്ക് പുഴുക്കുത്ത് വീണിട്ടുണ്ട്. ആ പുഴുക്കുത്ത് വീഴാതിരിക്കാനാ ഞാനിപ്പോ നനച്ചോണ്ടിരിക്കുന്നത്. ഇതും കൂടി നോക്കാൻ സമയമില്ല. എന്നിട്ട് എന്റെ കാര്യം നോക്കാൻ വരുന്നേ? രാവിലെ തന്നെ ഞാനൊരു പാവമായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇതെല്ലാം ഒരു ദിവസം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ പോവും, അപ്പ കാണാം. എന്താ രാഘവേട്ടാ? വെള്ളക്ക. രാഘവേട്ടൻ നനയ്ക്കായിരുന്നു അല്ലേ? അതെ, ഇതൊക്കെ ഞാൻ തന്നെ വേണ്ടേ ചെയ്യാൻ? എന്നാ പിന്നെ നനച്ചാ മതി, നാടകം ഉണ്ടാക്കണ്ട. അയ്യാ, തിരിച്ചു വന്ന് എന്നെ രണ്ടാമതും ചീത്ത പറയാനായിരുന്നല്ലേ? ഈ രണ്ടാൾക്കാരാണിത്. പറയാനുള്ള വൺസ് അപ്പോൺ എ ടൈം പറഞ്ഞിട്ട് പോയാ പോരായിരുന്നു? ഇതിരുമ്പോ ഒരു ഡാക്ടർ ആവുമായിരുന്നു. മോളെ, ഇന്ന് മോള് വരുമെന്ന് ടീച്ചറിന് അറിയാമായിരുന്നു. എത്ര ദിവസമായി മോൾ ടീച്ചറെ വന്ന് കണ്ടിട്ട്? ഓർഫനേജിലെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, തിരക്കിലായതുകൊണ്ടാ ടീച്ചർ. എനിക്കറിയാം, ടീച്ചറിന് സന്തോഷമേ ഉള്ളൂ. മോള് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആയിത്തീരുക എന്ന് വെച്ചാൽ അതൊരു അനുഗ്രഹമാണ്. ടീച്ചർക്കറിയോ എനിക്ക് എന്ത് ആശ്വാസമുണ്ടെന്ന്? അമ്മയില്ലാത്ത എന്റെ ദുഃഖം കുറെയൊക്കെ മറന്നത് ടീച്ചറിലൂടെയാണ്. പിന്നെ ഇപ്പോ ഈ അനാഥാലയത്തിലെ കുട്ടികളിലൂടെയും. അറിയാം കുട്ടി, എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കൈമോശം വരാത്തവരാരുണ്ട്? എല്ലാവർക്കും ഉണ്ടാവില്ലേ കുറെ സ്മരണകളുടെ ഒരു സിന്ദൂരച്ചപ്പ്? ടീച്ചർ എന്നാ ഓർഫനേജിലേക്ക് വരിക? എന്താന്ന് ചോദിക്കരുത്, ഞാൻ അവിടേക്ക് വരില്ല. എന്നാ ഞാൻ പോട്ടെ മോളെ. ഞാൻ വരാൻ ടീച്ചർ. നീ എന്താ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരായിരുന്നത്? നീ വരുമെന്ന് വിചാരിച്ചല്ലേ ഉള്ളിത്തീയൽ ഉണ്ടാക്കിയത്? അയ്യോ, എനിക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ. രാഘവനെ അയച്ചിരുന്നല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഇത്ര പറയാനുള്ളത്? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിക്കാൻ ടെലഫോൺ, ടെലക്സ്, ടെലപ്രിന്റ്, ഫയർ സർവീസ് ആരാണെന്നല്ലേ? എടി നീർക്കോലി, മര്യാദക്കിരുന്ന് കഴിച്ചോണം. ആ, രാഘവൻ നിന്നെ വിളിച്ചില്ലേ? അല്ലെങ്കിൽ അവൻ അങ്ങനെ. എവിടെ അവൻ? രാഘവ, രാഘവ, ഇവിടെ പറ. നീയേ ഇന്ന് ഉച്ചയ്ക്ക് നേഴ്സിംഗ് ഹോമിൽ പോയോ? ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചിട്ടില്ല കേട്ടോ. ഊണ് കഴിക്കാൻ വരെ മറന്നുപോയി. ചോദിക്കുന്നതല്ല ഉത്തരം പറയുന്നത്. പാല് വാങ്ങാൻ കാറെ പോകുന്നതല്ലേ? ആ, ഞാൻ അറിയുന്നുണ്ടല്ലോ. കഷ്ടപ്പെടുത്തോ? ഞാൻ പോവാ. ഞാൻ അപ്പുറത്തുണ്ടാവും, എന്തെങ്കിലും ആവശ്യം എന്നെ വിളിച്ചാൽ മതി. ചിരിക്കല്ലേ ചിരിക്കല്ലേ ചിരിക്കല്ലേ. മോളോട് ഡാഡി ഒരു കാര്യം പറയട്ടെ. ഫ്രാൻസ് ഞങ്ങളുടെ മോൻ സാമൂല്യ മോൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ കാനഡയിൽ ഡോക്ടറാണ്. ലീവിൽ വന്നിട്ടുണ്ട്. ഫ്രാൻസിസ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഡാഡി എന്തിനാ വളച്ചു കെട്ടുന്നത്? എന്റെ കല്യാണക്കാരിയല്ലേ? ഇപ്പൊ തന്നെ വേണോ ഡാഡി? എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. മോളുടെ അഭിപ്രായം ചോദിച്ചേ ഉള്ളൂ. ഡാഡി ഫ്രാൻസിസ് ഞങ്ങളോട് പറയാം. ഡാഡിക്ക് ഊണ് കഴിക്കാറായില്ലേ? ആ, കഴിക്കാം. നിങ്ങൾ പോയി കാർഡ് എടുത്തിട്ട് വരൂ. ഹലോ സിസ്റ്റർ, ഹൗ ആർ യു? അതെ അതെ. ആ, അത് ശരി. സീരിയസ് ആണല്ലേ? നിങ്ങളുടെ കുട്ടിയാ? അല്ല, നിങ്ങളുടെ കുട്ടി. എന്താ? അതെങ്ങനെ എന്റെ കുട്ടിയാവുന്നേ? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല മിസ്റ്റർ? രോഗികളോ ഈ വരുന്നവരോട് ഇങ്ങനെ പെരുമാറാ? അല്ല, അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ
ഡോക്ടറുമായിട്ടൊരു മീറ്റിംഗ് ശരിപ്പെടുത്താം. ഡോക്ടറിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. വേണ്ട, ഞാൻ കണ്ടോളാം. ആഹാ, കാലത്തിനൊരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ നേഴ്സ് ആരുമില്ല ഇവിടെ. ഇല്ലെങ്കിൽ വേണ്ട പോട്ടെ. It's obvious. I could only find a meager chance. ലേറ്റായി പോയതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്കറിയാം ഡോക്ടർ, ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ എപ്പോഴും കംപ്ലൈന്റ് പറയുമായിരുന്നു. പക്ഷേ എല്ലാവരും തമാശയായിട്ടെടുത്തു. that is going to be a final joke, a tragedy. എങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം. I'll do all I can. താങ്ക് യു ഡോക്ടർ. എന്താ പ്രൊഫസറുടെ അഭിപ്രായം? ഐസക്കിന് തോന്നിയത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. വളരെ ഡെസ്പറേറ്റ് സ്റ്റേറ്റ് ആണ്. ബാറിംഗ് ഡെസ്റ്റിനി ഒരു ശക്തിക്കും അവനെ രക്ഷപ്പെടുത്താനാവില്ല. ലെറ്റർ ഓൺ മെഡിക്കൽ സയൻസ്. കുട്ടി അനാഥനാണ്. പക്ഷെ ഗ്ലാഡിയയ്ക്ക് അവൻ സ്വന്തം കുഞ്ഞാണ്. എന്ത് ചെയ്യാം ഐസക്? ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അശ്വതി കുട്ടി എവിടെ? മാധവി അമ്മയോട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അവക്കൊരു ഔട്ടിങ്ങിന്റെ പ്രഷർ. ഏതായാലും കണ്ടിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും. അമ്മച്ചിക്ക് ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? എനിക്ക് നീ വിശേഷിച്ചൊന്നും ചെയ്യണ്ട. നീ ഒരു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. തെറ്റൊന്നുമില്ല, പക്ഷെ ഇപ്പൊ വേണ്ട. നമുക്കാവാം. എന്നാ? ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, നീ വേണമെങ്കിൽ കഴിച്ചാ മതി. ഞാൻ കഴിച്ചോളാം. അതിനെനിക്ക് ആരുടെയും ശുപാർശയൊന്നും വേണ്ട. ഇപ്പൊ എന്താ തർക്കം? അല്ല, അമ്മച്ചി പറയായിരുന്നു ഹാലി ധൂമകേത് വന്നാൽ പ്രസിഡന്റ് റേഗൻ എന്താ ചെയ്യാന്ന്. എന്തൊരു ഫൂളിഷ് ചോദ്യമാ. അല്ലെങ്കിൽ ഇവർക്ക് വിവരം കുറച്ച് കമ്മിയാ. എനിക്ക് ഇത്രയൊക്കെ വിവരം മതി. ഇനിയിപ്പോ വിവരമുള്ളവരെ വേണമെങ്കിൽ വേറൊന്ന് കെട്ടിക്കോ. ശരിയാ, അപ്പച്ചന് നല്ല വിവരമുള്ളൊരു അമ്മച്ചി വേണ്ടതായിരുന്നു. അങ്ങനെ ശരിയാ, പക്ഷെ ഇനിയിപ്പോ പറയണ്ടെന്ന കാര്യം ഒക്കെ ഫെയ്റ്റാ. പണ്ട് ഞാൻ നീലഗിരീസിലെ എസ്റ്റേറ്റ് നടത്തുന്ന കാലത്ത് ഒരു വിവാഹ ആലോചന വന്നു. കേണൽ ലോറൻസിന്റെ ഒരേ ഒരു മകൾ എൽസ, ലണ്ടൻ എഡ്യൂക്കേറ്റഡ്. എന്തൊരു സൗന്ദര്യമായിരുന്നു. അവിടെ മൂക്കിന്റെ തുമ്പത്ത് എന്തായാലും പറയാ, കോപം. അതല്ല, ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമായില്ല. കഷ്ടമായി. അവക്കുള്ള ഒരേ ഒരു കുറവ് ആ കാക്കപ്പുള്ളിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിക്കുള്ള ഒരേ ഒരു ഗുണം മൂക്കമ്മേ കാക്കാപ്പുള്ളി ഇല്ലെന്നുള്ളതായിരുന്നു. വേണ്ട, എന്റെ അടുത്തൊന്ന് കിട്ടും. അവിടെയാണ് കഥ തുടങ്ങുന്നത്. കേട്ടോ മോനെ, നീലഗിരി എസ്റ്റേറ്റിന്റെ മാനേജര് അപ്പച്ച വല്ലാത്തൊരു വയറ്റ് വേദന. ഞാൻ ഇപ്പൊ വരാം. മോള് കേൾക്ക. അപ്പച്ച കൈ ഉണങ്ങും, പോയി കഴിയിട്ടുവാ. പോരാ. അത് ശരി, എല്ലാരും പോയോ? രാഘവ, കഥ കേൾക്കാനല്ലേ? ആരുമില്ലാത്തവന് ദൈവം തോണ. ഏ അല്ല, സാറ് മൊയിലിനെ വെടി വെച്ച കഥയല്ലേ? നല്ല രസമാണല്ലേ? നല്ല സാമ്പാറാ. എന്താടോ? അല്ല, നല്ല രസം. ഓ, എന്ത് രസാന്നറിയാവോ? സാറ് മൊയിലിനെ വെടി വെച്ചു. എന്നിട്ടോ അതൊരു വലിയ കഥയാ. അത് തുടക്കം മുതലേ പറയണം. നീലഗിരിയിലുള്ള സുന്ദരമായ ഒരു കുന്നിന്റെ ചെരുവിലൂടെ ഞാനിങ്ങനെ പോകായിരുന്നു. അതികഠിനമായ തണുപ്പുള്ള രാത്രി അല്ല. ഒരു നല്ല സുന്ദരനായ മുയൽ ഇങ്ങനെ നടന്നു വരുന്നു. താൻ ഉറങ്ങാണല്ലേ? വാശളൻ. ഉറങ്ങണോ? ആരുറങ്ങി? ദൈവമുണ്ടോ? ഞാനീ പറഞ്ഞൊന്ന് പറഞ്ഞേ. പീരുമേടിന്റെ നടുവിലൂടെ രാത്രി തേക്കടി കൊടൈക്കനാൽ. ഇഡിയറ്റ്. തേക്കടി കൊടൈക്കനാൽ തേങ്ങ. കഥ കേട്ടാലും ചീത്ത, കഥ കേട്ടില്ലെങ്കിലും ചീത്ത. ഞാനൊരു പാവായതുകൊണ്ടല്ലേ ഈ രാത്രി ഒരു മൊയില് കഥ. ഡോക്ടർ വർമ്മയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം തീരെ പ്രതീക്ഷയില്ലാത്ത മട്ടിലാണ് സംസാരിച്ചത്. ലാഡിയ ഇങ്ങനെ വിഷമിക്കുന്നതിൽ കാര്യമില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഓൾ ഫേറ്റ്. ശരിയായിരിക്കാം, പക്ഷേ വളരെ ക്രൂരമല്ലേ? ടിനുവിന്റെ കഥ അറിയാഞ്ഞിട്ടാണ്. ടിനു അവന്റെ അമ്മയോട് സംസാരിക്കുന്നത് കേട്ടിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു. മണിക്കൂറുകളോളം ടിനു അമ്മയോട് സംസാരിക്കുമായിരുന്നു. പിന്നെ പിന്നെ ഞാനുമായി പരിചയപ്പെട്ട ശേഷം ടിനുവിന്റെ അമ്മ ഞാനായി. അതിനു മുമ്പ്
എന്നെ അമ്മ ആരായിരുന്നു എന്നറിയോ? ആരോ സമ്മാനിച്ച ഒരു പാവ.